ശ്രീ ജോസഫ് സി മാത്യു, കുർലോസ് ബിഷപ്പ് പുരോഹിതൻ പറഞ്ഞ കാര്യങ്ങൾ ഇതാണ്. ഒന്ന്, പാഠം പഠിച്ചില്ലെങ്കിൽ അത് ബംഗാളിലേതിന് സമാനമായി മാറും. കിറ്റ് വിതരണത്തിൽ ജനം ഇനിയും വീഴില്ല എന്ന ഒരു പ്രതികരണമൊക്കെ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ അലോസരപ്പെടുത്തുന്നു ഈ ഘട്ടത്തിലും എന്ന് പറയുമ്പോൾ ഈ സഭയെ സംബന്ധിച്ചിടവും ഈ പിതാവിനെ പുരോഹിതനെ സംബന്ധിച്ചിടവും ഒക്കെ സർക്കാരുമായി ബന്ധപ്പെട്ടും ഒക്കെ ഇടതുപക്ഷ പ്രസ്ഥാനത്തോടൊക്കെ അനുഭാവം പുലർത്തുന്ന ഒരു വ്യക്തിയിൽ നിന്നാണ് വിമർശനങ്ങൾ ഉണ്ടായത്. അതിനെപ്പോലും ഇത്രത്തോളം അസഹിഷ്ണുതയോടുകൂടി ഒരു പ്രതികരണം നടത്തുന്നുണ്ടെങ്കിൽ താങ്കൾ എങ്ങനെ അതിനെ വിലയിരുത്തുന്നു? അല്ല, പ്രതികരണങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ മുഖ്യമന്ത്രി പറയുന്നത് ശരിയാണ്. പുരോഹിതനായതുകൊണ്ടോ മുഖ്യമന്ത്രി ആയതുകൊണ്ടോ പ്രധാനമന്ത്രി ആയതുകൊണ്ടോ ഒന്നും വിവരം ഉണ്ടായിക്കൊള്ളണം എന്നില്ല എന്നാണ് സമീപകാലത്തിലുള്ള പല പ്രതികരണങ്ങളും നമ്മൾ ചൂണ്ടിക്കാണിക്കുന്നത്. പക്ഷേ ഇദ്ദേഹം എന്തിനാണ് കുർലോസ് തിരുമേനിയുടെ പ്രതികരണത്തിൽ ഇത്രയും വേവലാതിപ്പെടുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇവിടെ മറ്റു പല പുരോഹിതന്മാരും ഇവിടെ പ്രതികരിച്ചിട്ടുണ്ട്. സുരേഷ് ഗോപിയുടെ വിജയത്തിന് അനുകൂലമായി പ്രതികരിച്ചവരുണ്ട്. ഇവിടെ സമുദായ നേതാക്കന്മാർ ഇറങ്ങി, അല്ലെങ്കിൽ അവരുടെ കുടുംബാംഗങ്ങൾ ഇറങ്ങി വീട് തോറും കുടുംബയോഗങ്ങൾ അറ്റൻഡ് ചെയ്തതുണ്ട്. ഇതൊന്നും അദ്ദേഹത്തെ അലോസരപ്പെടുത്തുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അദ്ദേഹത്തോട് തെറ്റ് തിരുത്തും എന്നൊക്കെ ഒരു ഭംഗിവാക്ക് എവിടെങ്കിലും പറയുന്നു എന്നല്ലാതെ ഇന്നത് തെറ്റാണെന്നും എല്ലാ കാലത്തും ഇതുപോലെ തൊലിപ്പുറത്തെ ചികിത്സ കൊണ്ടൊന്നും ജനങ്ങളെ കബളിപ്പിക്കാൻ കഴിയില്ലെന്നും ആരെങ്കിലും പറഞ്ഞാൽ അത് വളരെ അസഹിഷ്ണുതയോടുകൂടിയാണ് കാണുന്നത്. അത് കുർലോസ് തിരുമേനിയെ പോലെ ഒരു ഇടതുപക്ഷ മനോഭാവം വെച്ച് പുലർത്തുന്ന ഒരാൾ പറഞ്ഞാൽ പോലും അത് സ്വീകരിക്കാൻ അദ്ദേഹം തയ്യാറല്ല. അവർക്കാണ് പറയാൻ ഏറ്റവും യോഗ്യത എന്നാണ് ഞാൻ കരുതുന്നത്. ഇവിടെ നേരത്തെ ചൂണ്ടിക്കാണിച്ച് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം അത് കേൾക്കാൻ സന്നദ്ധനാണെന്നാണ്. അതിന്റെ കാരണം എന്താണ്? പലപ്പോഴും ഒരു ഇടതുപക്ഷ ആഭിമുഖ്യം പുലർത്തിയിരുന്ന ആളാണ് കുർലോസ് തിരുമേനി എന്നുള്ളത് കൊണ്ട് അദ്ദേഹം അത് കേൾക്കാൻ ബാധ്യസ്ഥനാണെന്നാണ് പറയുന്നത്. അത് ഒരു രാഷ്ട്രീയ പ്രതികരണം പോലെ. ഒരു സന്ദേശം കൂടി ഇക്കാര്യത്തിലുണ്ടോ? കാരണം ഈ അനുഭാവം പുലർത്തുന്ന ഒരു പുരോഹിത ഒരു വിഭാഗത്തിൽ നിന്ന് വരുന്ന വിമർശനങ്ങളെ പോലും ആ രീതിയിൽ അദ്ദേഹം കടന്നാക്രമിക്കുമ്പോൾ ഇനി പാർട്ടി ഫോറങ്ങളിൽ നേതൃയോഗങ്ങളിലൊക്കെ ചർച്ചകൾ, ഈ പരാജയത്തിന്റെ കാരണങ്ങൾ തേടിയുള്ള ചർച്ചകളിലേക്ക് കടക്കുകയാണ്. അവിടെയൊക്കെ ഒരു തരത്തിലുള്ള അപസ്വരങ്ങൾ ഉണ്ടായാൽ കഴിഞ്ഞാൽ പോലും അതിനെയൊക്കെ എങ്ങനെ ആയിരിക്കാം പ്രതിരോധിക്കാൻ നേരിടാൻ പോകുന്നത്? അപ്പോൾ മുഖ്യമന്ത്രിയുടെ വാക്കുകളിൽ ഒരു ആത്മാർത്ഥത കുറവ് കൂടിയാണോ വിലയിരുത്തപ്പെടുന്നത്? ഞാൻ അങ്ങനെയല്ല അതിനെ കാണുന്നത്. അദ്ദേഹത്തിന്റെ ഡിക്ഷണറിയുടെ പ്രശ്നമാണത്. അദ്ദേഹം പാർട്ടി ബന്ധുക്കൾ എന്ന് വിളിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട് അനുഭാവം പുലർത്തുന്നവരെയോ ഇടതുപക്ഷ നയങ്ങളോട് അനുഭാവം പുലർത്തുന്നവരെയോ അല്ല. നമുക്കറിയാം ആരെയാണ് അദ്ദേഹം പാർട്ടി ബന്ധു എന്നും പാർട്ടി ബന്ധുക്കൾ എന്നും വിളിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഞാനത് കൂടുതൽ വിശദീകരിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം അതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പാർട്ടിയിലെ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി മോഹിച്ചു നിൽക്കുന്നവര്, ഉയർന്ന കമ്മിറ്റിയിലിരിക്കുന്നവരും സ്വകാര്യ സംഭാഷണത്തിൽ ഇത് നമ്മളോട് യോജിപ്പ് പ്രകടിപ്പിക്കുന്നവരും ഒക്കെ ഈ കക്ഷത്തിലിരിക്കുന്നത് പോകാതിരിക്കാൻ വേണ്ടി ഇതിന് റാൻ മൂളിക്കൊണ്ട് നിൽക്കുകയാണ്. യഥാർത്ഥത്തിൽ അവരോടാണ് സംസാരിക്കേണ്ടത്, കുർലോസ് തിരുമേനിയെ പോലുള്ളവരെ. ഒപ്പം ഒരു കാര്യം കൂടി, ശ്രീ ജോസഫ് സി മാത്യു, ഇന്നിപ്പോൾ സമസ്തയുടെ മുഖപത്രവും പറഞ്ഞിട്ടുണ്ട്, മുഖ്യമന്ത്രി ധാർഷ്ട്യം മുതൽ SFIയുടെ അക്രമ രാഷ്ട്രീയം വരെ ചർച്ചയായിട്ടുണ്ട്. അപ്പോൾ സമസ്തക്കെതിരെ അത് എന്തായാലും ആ സമസ്ത എന്ന വിഭാഗത്തിന്റെ മുഖപത്രം എന്ന് പറയുമ്പോൾ സമസ്തയുടെ നിലപാടാണ്. സമസ്തക്കെതിരെ ഇങ്ങനെയുള്ള പരാമർശം മുഖ്യമന്ത്രി നടത്തുമോ? സമസ്തക്കെതിരെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നടത്താൻ സാഹചര്യമില്ല. കാര്യം അദ്ദേഹം, ഞാൻ നേരത്തെയും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്, മലബാർ രാഷ്ട്രീയമാണ് ഇന്ത്യൻ രാഷ്ട്രീയം എന്ന് തെറ്റിദ്ധരിച്ചു വെച്ചിരിക്കുകയാണ് ഏറെക്കാലമായിട്ട്. അത് മുഖ്യമന്ത്രിയുടെ വിവരക്കേട് എന്നാണ് നമ്മൾ കരുതേണ്ടത്. അദ്ദേഹം അതുകൊണ്ട് കഴിഞ്ഞ ഈ ദേശീയ രാഷ്ട്രീയം വന്നപ്പോഴും നമുക്കറിയാം കേരളത്തിലെ ഇടതുമുന്നണിയുടെ ക്യാമ്പയിൻ വിഷയങ്ങളായി മാറിയത് എന്തൊക്കെയാണെന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. ആ ക്യാമ്പയിൻ വിഷയങ്ങൾ ഇത് കൈവിടില്ല നിങ്ങളെ എന്ന് പറഞ്ഞ് ബാനർ എഴുതി ചെന്നാൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കൈവിടാതെ പിടിക്കാൻ കഴിയുന്നത് ആർക്കാണ് എന്ന് തിരിച്ചറിയാനൊക്കെ ജനങ്ങൾക്ക് കഴിയും. നമ്മൾ രാഷ്ട്രീയം പറയുകയോ അവിടെ ഇടതുപക്ഷ നയങ്ങൾ ഉയർത്തിപ്പിടിക്കേണ്ടതിന്റെ ആവശ്യകത പറയുകയോ ഒന്നും ചെയ്യുന്നതിന് പകരം ഞങ്ങൾ രക്ഷിക്കാം എന്ന് പറഞ്ഞ് ചെല്ലുമ്പോൾ, രക്ഷിക്കാമെന്ന് പറഞ്ഞ് ചെല്ലുന്നവർക്ക് അതിനുള്ള ശക്തി ഉണ്ടോ എന്ന് ജനം ചിന്തിക്കില്ലേ? ഈ പറഞ്ഞ മുസ്ലിം മേഖലയിൽ നിന്ന് വോട്ട് കിട്ടിയോ? സമസ്തയുടെ വോട്ട് കിട്ടിയോ? പൊന്നാനിയിലെ വോട്ട് എവിടെ പോയി? അതിനുവേണ്ടി ഒരു സ്ഥാനാർത്ഥിയെ നിർത്തിയില്ലേ? അപ്പൊ ഇത് സമസ്തയുടെ നേതാക്കന്മാരെന്തെങ്കിലും പറയുമായിരിക്കും. പക്ഷേ ആ വിഭാഗത്തിന്റെ വോട്ട് കിട്ടിയില്ല. ആ വിഭാഗത്തിനോടുള്ള ഓവർ അപ്പീസ്മെന്റ് കൊണ്ട് പരമ്പരാഗതമായി കിട്ടിക്കൊണ്ടിരുന്ന വോട്ട് ബാങ്കിൽ നിന്ന് വലിയ ഷിഫ്റ്റ് ഉണ്ടായി.
നിങ്ങൾ അവിടെ നോക്കൂ, കാസർഗോഡ്, കണ്ണൂര്, കോഴിക്കോട്, വടകര, വയനാട്, മലപ്പുറം, പൊന്നാനി, ആ മേഖലകളിലെല്ലാം ഭൂരിപക്ഷം 1,00,000 താണ ഒരു മണ്ഡലം നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റുമോ? അപ്പൊ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഏതെങ്കിലും ഒരു പുരോഹിതന്റെ വിവരക്കേട് കൊണ്ടാണോ ഈ വോട്ടെല്ലാം മറഞ്ഞു പോയത്? വളരെ നന്ദി ശ്രീ ജോസഫ് സി മാത്യു പ്രതികരണം നടത്തിയത്.